വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ശാലിനി അടുത്തേക്ക് ചെല്ലുന്നത് കണ്ട് പുറകിലേക്ക് മാറുകയാണ് വിഷ്ണു. ശാലിനി ചോദിക്കുകയാണ്, കള്ളിയങ്ങാട്ട് നീലിയെന്ന് ഇയാൾ കേട്ടിട്ടുണ്ടോ? ഇല്ല എന്ന് പേടിച്ചു പറയുന്നു വിഷ്ണു. അന്നേരം പറയുകയാണ്, യക്ഷിയാണ് യക്ഷി. അവളേക്കാൾ നീളമുള്ള നഖമാണ് എനിക്ക്. രാത്രി എൻ്റെ ദേഹത്തെങ്ങാനും തൊടാനോ പിടിക്കാനോ വന്നാലുണ്ടല്ലോ, മാന്തിയങ്ങ് കീറും ഞാൻ. പല്ലും നഖവും പോലും പിന്നെ ബാക്കിയുണ്ടാവില്ല. കേട്ടല്ലോ എന്ന് കാണിച്ച് നഖം കൊണ്ട് അള്ളി കാണിക്കുകയാണ് ശാലിനി. അന്നേരം പേടിച്ച് വിഷ്ണു അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കിടക്കുകയാണ് ശാലിനി. ശാലിനി കിടന്നതിന് ശേഷം ശ്വാസം നേരെ വിടുന്നു വിഷ്ണു. അതേസമയം വെളിയിൽ നിന്ന് സുസ്മിത കരുതുകയാണ്, രണ്ടിനും ഇന്ന് ഉറക്കം കാണില്ല. ഈ സുസ്മിതയോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും. പിന്നീട് ശാലിനി ഉറങ്ങുന്നത് നോക്കിയിരിക്കുന്ന വിഷ്ണു, എൻ്റെ സുന്ദരിയായ യക്ഷി ഉമ്മ ഉമ്മ എന്നൊക്കെ പറയുന്നു. തുടർന്ന് കാണിക്കുന്നത് രാവിലെ രാജേശ്വരിയുടെ വീട്ടിൽ പതിയെ പതിയെ നടന്ന് ഹാളിലേക്ക് വന്ന് പത്രം എടുത്തിരുന്ന് വായിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അതേസമയം ഗോപാലകൃഷ്ണൻ ചായയുമായി വന്ന് കൊടുത്തിട്ട് രാജേശ്വരി ബാലചന്ദ്രനോട് പറയുകയാണ്, അതേ ബാല, നീ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയല്ലേ, എടുത്തുകൊണ്ട് വന്നേ. ഇപ്പം കൊണ്ടുവരാൻ ചേച്ചിയെന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ബാലചന്ദ്രൻ. അതിനുശേഷം കുറച്ച് പേപ്പറും ഒരു പേനയും കൊണ്ടുവന്ന് രാജേശ്വരിക്ക് കൊടുക്കുകയാണ് ബാലചന്ദ്രൻ. അന്നേരം രാജേശ്വരി ഗോപാലകൃഷ്ണന് നേരെ നീട്ടിയിട്ട് പറയുകയാണ്, ഒന്നും വേണ്ട, ഇതിലൊരു കുഞ്ഞൊപ്പിടണം. ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അതൊന്നുമില്ലളിയ, അളിയൻ്റെ പേരിലുള്ള സ്ഥാമക ജമ്പക വസ്തുക്കളെല്ലാം ചേച്ചിയുടെ പേരിലേക്ക് മാറ്റി എഴുതുന്നു, അത്ര തന്നെ. അതിൻ്റെ ആവശ്യമെന്താ? ഞാനിവിടെ ഉയിരോടെ ഇരിപ്പുണ്ടല്ലോ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു. അത് കേട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, അതെത്ര കാലമെന്നാണ്? അന്നേരം ദേഷ്യപ്പെട്ട് ബാലാന്ന് വിളിക്കുകയാണ് രാജേശ്വരി. എന്നായാലും എനിക്ക് വന്ന് ചേരേണ്ടതല്ലേ ഗോപാലേട്ട? അപ്പോൾ പിന്നെ വിശ്വസ്തയായ ഭാര്യയെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ശരിവെച്ച് ബാലചന്ദ്രൻ പറയുകയാണ്, അതെ, ചേച്ചി ഇത് വിറ്റുപെറുക്കി സിംഗപ്പൂരേക്കൊന്നും മുങ്ങാനൊന്നും പോകുന്നില്ലല്ലോ. അന്നേരം ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, ഇതെല്ലാം കൂടി നിങ്ങൾ എഴുതി വാങ്ങിച്ചിട്ട് എന്നെ വിഷം തന്ന് കൊല്ലില്ല എന്ന് എന്താണ് ഉറപ്പ്? അതിനുശേഷം ചായ കുടിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഈ ചായ കുടിച്ച് ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് ലാഭമൊന്നും ഉണ്ടാകില്ലല്ലോ എന്നുള്ള ഒറ്റ ധൈര്യത്തിലാണ് ഞാനിത് കുടിക്കുന്നത്. അന്നേരം സങ്കടം അഭിനയിച്ച് രാജേശ്വരി പറയുകയാണ്, എന്ത് അസംബന്ധമാണ് നിങ്ങളീ പറയുന്നത്? ഈ വയസ്സുകാലത്ത് പൊന്നുപോലെ നോക്കുന്ന നിങ്ങളെ എന്നെയെന്നും പറഞ്ഞ് കരയുകയാണ് രാജേശ്വരി. അന്നേരം എഴുന്നേറ്റ് രണ്ടാളോടും കൂടി ഗോപാലകൃഷ്ണൻ പറയുകയാണ്, അധികം അഭിനയമൊന്നും വേണ്ട. എന്നെ ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്ന ശേഷം ചേച്ചിയുടെയും അനിയൻ്റെയും സംസാരമെല്ലാം ഞാൻ കേട്ടിരുന്നു. അന്നേരം ദേഷ്യപ്പെട്ട് രാജേശ്വരി പറയുകയാണ്, കേട്ടെങ്കിൽ കണക്കായിപ്പോയി. ഞങ്ങൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? ബാലചന്ദ്രൻ പറഞ്ഞ ഓരോ വാക്കും കൂടുതൽ ആലോചിച്ചപ്പോൾ ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഈ മുദ്രപത്രമൊക്കെ ഞാൻ റെഡിയാക്കി വച്ചതെന്ന് രാജേശ്വരി പറയുന്നു. സഹതാപം കൊണ്ട് നിങ്ങൾ അമ്പലമുറ്റത്തും ആശുപത്രിയിലേക്കുമൊക്കെ വന്നവരുടെയൊക്കെ പേരിൽ ഈ സ്വത്തൊക്കെ എഴുതി വെക്കാൻ തോന്നിയാൽ രാജേശ്വരി ഇത്രയും കാലം വെള്ളം കോരിയതൊക്കെ വെറുതെ ആയി പോകില്ലേ? ചേച്ചി വേണമെങ്കിൽ എഴുതി വെച്ചോ, അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ബാലചന്ദ്രനും പറയുന്നു. അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. 10-15 വയസ്സ് മൂപ്പുള്ള ഒരു മുതുക്കനെ രാജേശ്വരി കല്യാണം കഴിച്ചെങ്കിൽ അതൊന്നും കാണാതെയല്ല എന്ന് രാജേശ്വരി പറയുമ്പോൾ രാജേശ്വരി അടിക്കാൻ കൈയോങ്ങുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം പെട്ടെന്ന് അത് തടുത്ത ബാലചന്ദ്രൻ സോഫയിലേക്ക് ഗോപാലകൃഷ്ണനെ വലിച്ചിടുകയാണ്. എന്നിട്ട് നെഞ്ചത്ത് ആഞ്ഞു ചവിട്ടുന്നു. ആവതില്ലാത്ത പണിക്കൊന്നും നിൽക്കണ്ട, ഈ പ്രായത്ത് എല്ലൊടിഞ്ഞാൽ മുറി കൂടാൻ ഭയങ്കര പാടാണെന്നൊക്കെ ചവിട്ടിക്കൊണ്ട് ബാലചന്ദ്രൻ പറയുന്നു. ഗോപാലകൃഷ്ണൻ ചുമയ്ക്കുമ്പോൾ പെട്ടെന്ന് കാലെടുക്കുകയാണ് ബാലചന്ദ്രൻ. രാജേശ്വരി പറയുകയാണ്, നിങ്ങളെ കൊണ്ടിനി ഒന്നും ചെയ്യാൻ സാധിക്കയില്ല. എൻ്റെ അഴകും ആരോഗ്യവും കണ്ട് ഭ്രമിച്ച നിങ്ങൾ ശാരദയെ കളഞ്ഞ് എൻ്റെ കൂടെ ഇങ്ങു പോന്നു. ആൺകുഞ്ഞിനെ പ്രസവിച്ച് IAS-കാരനാക്കിയിട്ടാണെന്ന് അതിനൊരു ന്യായവും. എന്നാൽ രാജേശ്വരി നിങ്ങളുടെ ഭാര്യയായത് നിങ്ങളുടെ കണക്കറ്റ സ്വത്ത് കണ്ട് മോഹിച്ചിട്ട് തന്നെയാണ്. ഈ രാജേശ്വരി ജീവിതം പാഴാക്കിയത് മുഴുവൻ അതിനുവേണ്ടി മാത്രമാണ്. അതിനുവേണ്ടി ഈ രാജേശ്വരി എന്തും ചെയ്യും. പിന്നെ ഈ സ്വത്ത് മുഴുവനെന്നല്ല, ഇതിൽ 1 സെന്റ് ഭൂമിയെങ്കിലും നിങ്ങളുടെ ആദ്യ ഭാര്യയ്ക്കോ മക്കൾക്കോ എഴുതി കൊടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ചായയിലോ ചാരായത്തിലോ വിഷം കലക്കി തന്ന് നിങ്ങളെ ഞാൻ കൊല്ലുമെന്നും ഗോപാലകൃഷ്ണനോട് പറയുന്നു രാജേശ്വരി. ആ ശവശരീരത്തിൻ്റെ തള്ളവിരലിൽ മഷി പുരട്ടി മുദ്ര പതിപ്പിച്ചിട്ടാണെങ്കിലും ഈ സ്വത്ത് മുഴുവൻ രാജേശ്വരി സ്വന്തമാക്കിയിരിക്കും. ഒന്നും പറയാനാകാതെ അങ്ങനെ കിടക്കുകയാണ് ഗോപാലകൃഷ്ണൻ അന്നേരവും. തുടർന്ന് കാണിക്കുന്നത് അമ്പലത്തിൽ തൊഴുതു നിൽക്കുന്ന ശാരികയുടെ അടുത്തേക്ക് ശാരദാമ്മ വന്ന് ചോദിക്കുകയാണ്, നീ എന്താ പ്രദക്ഷിണം ചെയ്യാൻ വരാത്തത്? പെട്ടെന്ന് തൊഴുതിട്ട് വാ എന്ന് പറയുന്നു. ഇതൊക്കെ മതിയമ്മേ, തൊഴുതു പ്രസാദം വാങ്ങിച്ചില്ലേ, നമുക്ക് പോകാമെന്ന് ശാരിക പറയുന്നു.
അങ്ങനെ ഉഴപ്പല്ലേ മോളെ, കല്യാണം നടക്കാൻ പോകുന്ന പെണ്ണാണ് നീ. ഈശ്വരാധീനം ഉണ്ടായേ പറ്റൂ, ചെല്ലെന്ന് പറയുകയാണ് ശാരദാമ്മ. കല്യാണം നടക്കുന്ന സന്തോഷമൊന്നും എൻ്റെ മനസ്സിലല്ലമ്മേ. 30 പവൻ്റെ ഭാരം വിജയാൻ്റി എടുത്തു വെച്ച് തന്നിട്ടുണ്ടല്ലോ, അതിങ്ങനെ നെഞ്ചിൽ നീറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ശാരിക പറയുന്നു. കല്യാണം വേണ്ടാന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം കൂടി നിങ്ങളെനിക്ക് നിഷേധിച്ചിരിക്കുകയാണല്ലോ. അതിനുശേഷം തൻ്റെ സങ്കടങ്ങൾ ശാരദാമ്മയോട് പറയുകയാണ് ശാരിക. ഈ അമ്പലനടയിൽ വരുമ്പോൾ എല്ലാ ഭാരവും ഒഴിഞ്ഞു പോകുമെന്നും അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും പ്രദക്ഷിണം വയ്ക്കുന്നതും എന്നൊക്കെ പറഞ്ഞ് ശാരികയെ ആശ്വസിപ്പിക്കുകയാണ് ശാരദാമ്മ. 3 നേരം മനസ്സറിഞ്ഞ് വിളിക്കുന്നതല്ലേ നമ്മുടെ കണ്ണീര് തുടയ്ക്കും ദൈവങ്ങളെന്ന് ശാരദാമ്മ പറയുന്നു. തുടർന്ന് പ്രദക്ഷിണം വയ്ക്കാനായി ശാരിക പോകാനൊരുങ്ങുമ്പോൾ മോളേന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് ഗോപാലകൃഷ്ണൻ. വളരെ സന്തോഷത്തോടുകൂടി ശാരദാമ്മയുടെയും ശാരികയുടെയും അടുക്കലേക്ക് വരികയാണ് ഗോപാലകൃഷ്ണൻ. നിങ്ങളെ ഒന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഞാനെന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ചുറ്റും നോക്കുകയാണ് ശാരദാമ്മ. വീണ്ടും ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ശാരദ പേടിക്കണ്ട, ഇത് അമ്പലനടയല്ലേ. മാത്രവുമല്ല മറ്റൊരു സ്ത്രീക്കൊപ്പം ജീവിച്ചിരിക്കുന്നുവെങ്കിലും ആർക്കും തുടച്ചു മാറ്റാൻ പറ്റാത്ത ഒരു ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടല്ലോ. ഒരച്ഛനും മകളും തമ്മിലുള്ള ബന്ധം ഒരേ ചോരയെന്ന് ശാരികയെ നോക്കി പറയുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം അച്ഛാന്ന് ശാരിക വിളിക്കുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ്, ഗോപാലേട്ടന് ഇതെന്താണ് പറ്റിയത്? സ്വബോധത്തോടു കൂടി തന്നെയാണോ സംസാരിക്കുന്നതൊക്കെ? അതോ വീണ്ടും ഞങ്ങളെ പരിഹസിക്കാനായിട്ട് വന്നതാണോ? ഒരിക്കലുമല്ല. ഇപ്പോൾ ഒരു ബോധം തെളിഞ്ഞ അവസ്ഥയിലാണ് ഞാൻ. ഇത്രയും കാലം ഒരു പുകമറയ്ക്കുള്ളിലായിരുന്നു എൻ്റെ ജീവിതം. കണ്ണൊന്ന് തെളിഞ്ഞു കിട്ടാൻ ഒരു ആക്സിഡന്റ് വേണ്ടി വന്നു, അത്ര തന്നെയെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. അപകടത്തിൽപ്പെട്ട് കിടന്നപ്പോൾ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചതിൻ്റെ നന്ദിയാണെങ്കിൽ അത് വേണ്ട ഗോപാലേട്ടാന്ന് ശാരദാമ്മ പറയുന്നു. അതാരായാലും ചെയ്യും നമ്മൾ, രക്തബന്ധമൊന്നും വേണമെന്നില്ല. അതെനിക്കറിയാം ശാരദെ, അതിനുള്ള മനസ്സാണ് ഞാൻ കാണാതെ പോയതെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, കാതിലെ കമ്മലൂരി കൊടുത്ത് എൻ്റെ ചികിത്സ ആരംഭിച്ചു. പിന്നീട് രാജേശ്വരി വന്നപ്പോൾ വഴക്ക് പറഞ്ഞപ്പോൾ ഒരക്ഷരം മിണ്ടാതെ നിങ്ങളവിടെ നിന്നും ഇറങ്ങിപ്പോയി. പക്ഷെ ഞാൻ ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്ക് ബോധമില്ലാതെ ആശുപത്രിയിലേക്ക് പോയപ്പോൾ വഴിയിൽ വെച്ച് ബോധം വന്നപ്പോൾ നിന്നെ ഞാൻ ഇറക്കി വിട്ടു. അതിനു മുമ്പ് നിന്നെയും പറക്കമറ്റാത്ത 3 കുഞ്ഞുങ്ങളെയും കൂടി നടുക്കടലിൽ ഞാൻ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. അതിനുശേഷം താൻ ചെയ്ത തെറ്റുകളൊക്കെ സമ്മതിക്കുകയാണ് ഗോപാലകൃഷ്ണൻ അമ്പലനടയിൽ വെച്ച്. ഗോപാലകൃഷ്ണൻ മാപ്പ് ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്, അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത്, കരഞ്ഞു പോകും ഞാൻ. തെറ്റു ചെയ്താൽ മുതിർന്നവരായാലും കുഞ്ഞുങ്ങളായാലും മാപ്പ് പറയണമെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. നിന്റെ താലിയുടെയും പ്രാർത്ഥനയുടെയും പുറത്താണ് ഗോപാലകൃഷ്ണൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്ന് അന്ന് ശാലിനി പറഞ്ഞത് സമ്മതിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ആ താലി ഞാൻ വലിച്ചു പൊട്ടിക്കാനായിട്ട് ശ്രമിച്ചു, അതിനു വേണം നീ എന്നോട് ക്ഷമിക്കാൻ എന്ന് പറഞ്ഞ് ശാരദാമ്മയുടെ മുൻപിൽ തൊഴുത് മാപ്പ് ചോദിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണന്റെ കൈ താഴേക്ക് മാറ്റി ശാരദാമ്മ പറയുകയാണ്, വേണ്ട, ദേ മോളുടെ വിവാഹ നിശ്ചയമാണ്, അച്ഛൻ ഇവളെ അനുഗ്രഹിക്കണം. എൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാകും. പക്ഷേ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാനുണ്ടാകില്ല, അതിനുള്ള യോഗ്യത എനിക്കില്ല. പക്ഷേ എൻ്റെ മനസ്സവിടെ ഉണ്ടാകും തീർച്ചയാണെന്ന് കരഞ്ഞു പറയുകയാണ് ഗോപാലകൃഷ്ണൻ. മോൾക്ക് സമ്മാനമായി തരാൻ അച്ഛൻ്റെ കയ്യിൽ ഒന്നുമില്ല. ശാരദയുടെ 30 പവൻ രാജേശ്വരി എടുത്തുകൊണ്ട് പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിൻ്റെ പൂട്ട് രാജേശ്വരിയുടെ കയ്യിലാണ്. അച്ഛൻ്റെ കാലിലൊരു ചങ്ങലയുണ്ട് മോളെ, അച്ഛൻ തന്നെ എടുത്തണിഞ്ഞ ഒരു ചങ്ങല. തൽക്കാലം അത് പൊട്ടിക്കാൻ സാധിക്കില്ല. അതിനുശേഷം തൻ്റെ കയ്യിലിരുന്ന സമ്മാനപ്പൊതി ശാരികയ്ക്ക് നേരെ നീട്ടിയിട്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, മോൾ ഇത് വാങ്ങണം, അച്ഛൻ മനസ്സറിഞ്ഞു തരുന്ന സമ്മാനമാണിത്. ദാ പിടിക്കെന്ന് പറയുമ്പോൾ ശാരദാമ്മയെ നോക്കുകയാണ് ശാരിക. വാങ്ങിച്ചോ മോളേന്ന് ശാരദാമ്മ പറയുമ്പോൾ അത് വാങ്ങുകയാണ് ശാരിക. എന്താ അച്ഛാ ഇതെന്ന് ശാരിക ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, എന്താണെന്ന് ഞാനിത് പറയുന്നില്ല, പക്ഷെ മോൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്, ആവശ്യത്തിന് ഉപകരിക്കും. അവകാശമുള്ള ആള് തന്നെയാണ് തരുന്നതെന്ന് കൂട്ടിക്കോ. അത് വാങ്ങിയ ശേഷം ഗോപാലകൃഷ്ണന്റെ അനുഗ്രഹം വാങ്ങുകയാണ് ശാരിക. മനസ്സറിഞ്ഞ് ശാരികയെ അനുഗ്രഹിക്കുന്ന ഗോപാലകൃഷ്ണനെ കണ്ട് കണ്ണു നിറയുകയാണ് ശാരദാമ്മയ്ക്ക്. തുടർന്ന് അവിടെ നിന്നും പോവുകയാണ് ഗോപാലകൃഷ്ണൻ. എന്താ അമ്മേ ഇതെന്ന് ശാരിക ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, മോൾക്ക് അച്ഛൻ തന്നതല്ലേ, മോള് തന്നെ തുറന്നു നോക്ക്. അത് തുറക്കുന്ന ശാരിക മുദ്രപത്രം കൊണ്ട് ശാരദാമ്മയെ ഏൽപ്പിക്കുകയാണ്. അന്നേരം അത് വായിച്ചു നോക്കിയിട്ട് സന്തോഷത്തോടു കൂടി ശാരദാമ്മ പറയുകയാണ്, നമ്മുടെ കടയുടെയും വീടിൻ്റെയും ആധാരമാണിത്. എൻ്റെ ദൈവങ്ങളെ, നിങ്ങൾ എൻ്റെ പ്രാർത്ഥന കേട്ടു, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് ശാരദാമ്മയും ശാരികയും. ഇത് പണയമായിട്ട് കൊടുത്താൽ പോളച്ചൻ കല്യാണത്തിനുള്ള 30 പവൻ മാത്രമല്ല ചിലവിനുള്ള പൈസയും തരുമെന്ന് ഉറപ്പാണെന്ന് ശാരദാമ്മ പറയുന്നു.
അതിനുശേഷം ശ്രീകോവിലിലേക്ക് നോക്കി തൊഴുത് നന്ദി പറയുകയാണ് ശാരദാമ്മയും ശാരികയും. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ നിശ്ചയത്തിന് പോകാനായി ഒരുങ്ങുകയാണ് ശാലിനി. അതേസമയം ശാലിനി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്നത് നോക്കി പുറകിൽ നിൽക്കുകയാണ് വിഷ്ണു. ശാലിനി ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് കണ്ണാടി നോക്കുകയാണ് വിഷ്ണു. അന്നേരം ചാടി എഴുന്നേറ്റ് ശാലിനി ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എങ്ങോട്ടാണ് ഇത്ര വെപ്രാളപ്പെട്ട്? അന്നേരം വിഷ്ണു പറയുകയാണ്, താൻ എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെ ഞാനും. ഞാൻ നരകത്തിലേക്കാണെങ്കിലോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ മുടിയൊക്കെ ചീകിക്കൊണ്ട് വിഷ്ണു ചോദിക്കുകയാണ്, ശാരദാമ്മയുടെ വീട് എന്നാടോ നരകമായത്? ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ വലിയ തമാശ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ പരിഹസിക്കുകയാണ് ശാലിനി. ഇന്ന് ഇയാളുടെ ചേച്ചിയുടെ കല്യാണ നിശ്ചയമല്ലേ, അപ്പോൾ അവിടെ നെഞ്ചുമിരിച്ച് നിൽക്കേണ്ടത് ആരാ? ഈ ഞാനല്ലേ? അവിടത്തെ ഒരേ ഒരു മരുമകനായ ഈ ഞാൻ അവിടത്തെ കാരണവരെന്ന് വിഷ്ണു പറയുന്നു. അപ്പോൾ നെഞ്ചുമിരിച്ച് നിൽക്കാനാണോ രാവിലെ ഒരുങ്ങി പുറപ്പെടുന്നതെന്ന് ശാലിനി ചോദിക്കുന്നു. പിന്നല്ലാതെ, അതിനെന്താ സംശയമെന്ന് പറഞ്ഞ് റൂമിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് വിഷ്ണു. അതേസമയം താഴെ ഹാളിൽ സുസ്മിതയോട് സത്യഭാമ പറയുകയാണ്, ഡ്രസ്സ് ഞാൻ ഇന്നാൾക്ക് വാങ്ങിച്ചു തന്നത് മതി, ഓർണമെന്റ്സ് ഒട്ടും കുറയ്ക്കണ്ട. അന്നേരം രാഘവൻ നായർക്ക് ചായയുമെന്ന് പ്രീതി ചോദിക്കുകയാണ്, സുസ്മിത ഇന്ന് എങ്ങോട്ടെങ്കിലും പോവുകയാണോ അമ്മേ? അന്നേരം സത്യഭാമ പറയുകയാണ്, ഞാൻ നിന്നോട് പറയാൻ മറന്നുപോയി, ഇന്നാണ് സുസ്മിതയെ പെണ്ണ് കാണാനായിട്ട് ചെക്കൻകൂട്ടർ വരുന്നത്. ഇന്നോന്ന് പ്രീതി ചോദിക്കുമ്പോൾ ഭാമ പറയുകയാണ്, അതെ, ഇന്നലെ രാത്രി തന്നെ ഞാൻ അവരോട് ഇന്ന് വരാനായി വിളിച്ചു പറഞ്ഞു. എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നതെന്ന് സുസ്മിതയും ചോദിച്ചു. അന്നേരം സുസ്മിതയൊന്ന് നോക്കി എന്തോ ആലോചിച്ചിട്ട് പ്രീതി ഭാമയോട് പറയുകയാണ്, അല്ലമ്മേ, പൊന്നിക്കെന്തോ ഹോസ്പിറ്റൽ കേസ് ഉള്ളത് കൊണ്ട് ഇന്ന് വരാൻ വൈകുമെന്ന് പറഞ്ഞിരുന്നു. പൊന്നിയെ നോക്കിയാണോ ഈ വീട്ടിലെ ചടങ്ങുകളെല്ലാം തീരുമാനിക്കുന്നത്? അല്ലാതെ തന്നെ ഈ വീടിനകത്ത് നിറച്ച് ആൾക്കാരല്ലേ എന്ന് ഭാമ ചോദിക്കുന്നു. അന്നേരം നിശ്ചയത്തിന് പോകാനായി ഒരുങ്ങി റെഡിയായി താഴേക്ക് വരികയാണ് വിഷ്ണുവും ശാലിനിയും. അവരെ കണ്ട് മുഖം തിരിച്ചിരിക്കുകയാണ് ഭാമ. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ഭാമേ, ദേ അവരെങ്ങോട്ടോ പോകാൻ റെഡിയായി നിൽക്കുകയാണെന്ന് തോന്നുന്നല്ലോ. അത് കേട്ട് സങ്കടം അഭിനയിച്ച് സുസ്മിത ചോദിക്കുകയാണ്, അയ്യോ ആൻറ്റി, അപ്പോൾ എൻ്റെ പെണ്ണുകാണൽ ചടങ്ങിന് ശാലിനി ഇവിടെ ഉണ്ടാകില്ലേ? അത് കേട്ട് വിഷ്ണുവും ശാലിനിയും പരസ്പരം നോക്കുമ്പോൾ ഭാമ പറയുകയാണ്, ഉണ്ടാകും മോളെ, അവൾക്ക് മറ്റ് എന്ത് അടിയന്തര ചടങ്ങുണ്ടെങ്കിലും ഇന്ന് അവൾ ഇവിടെ ഉണ്ടാകും. അത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷ്ണുവും ശാലിനിയും പരസ്പരം നോക്കുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്